നമസ്കാരം. ടീം അധ്യാപക കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ CM കിഡ്സ് ഫോർ LP സ്കോളർഷിപ്പ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനവേദിയാണിത്. ഈ ഒരു ജാലകം എന്നാണ് ഈ ഒരു പരിപാടിക്ക് നമ്മൾ ഈ ഒരു വർഷം കൊടുത്തിരിക്കുന്ന പേര്. ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഗൂഗിൾ മീറ്റ് മാത്രമല്ല, മറിച്ച് എല്ലാ വിഷയങ്ങളുടെയും എല്ലാ പാഠഭാഗങ്ങളുടെയും കൃത്യമായ നോട്ട്സ്, ഇപ്പോൾ അനില ടീച്ചർ, ഇന്നിപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കുന്ന അനില ടീച്ചർ ഉൾപ്പെടെയുള്ള ഒരു ടീമായിട്ട് അധ്യാപകർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മളുടെ അധ്യാപക കൂട്ടം ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താനാണ് ഉപയോഗിക്കുക. ആരെങ്കിലും ഇതുവരെ ആ ഒരു ലിങ്കുകളോ മറ്റോ കിട്ടിയിട്ടില്ല എങ്കിൽ ഗൂഗിളിൽ അധ്യാപക കൂട്ടം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധ്യാപക കൂട്ടത്തിന്റെ ബ്ലോഗിന്റെ ലിങ്ക് ലഭിക്കും. അതിന്റെ ഹോം പേജിൽ തന്നെ വലതുവശത്തെ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് താഴോട്ട് നോക്കുക. ആ ഭാഗത്ത് CM കിഡ്സ് LP ജാലകം, അധ്യാപക കൂട്ടം ജാലകം CM കിഡ്സ്, പിന്നീട് തുടർന്ന് അതിന്റെ സബ്ജക്റ്റ് എക്സ്റ്റൻഷൻ ആയിട്ടും ഉണ്ടായിരിക്കും. മലയാളം, കണക്ക്, ഇംഗ്ലീഷ്, EVS, GK തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നോട്ട്സ് രൂപത്തിൽ അവിടെ ലഭ്യമാണ്. ഒപ്പം തന്നെ നമ്മളുടെ ടീമിലുള്ള പുറത്ത് നമ്മളുടെ അധ്യാപക കൂട്ടത്തിലുള്ള അധ്യാപകർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസും ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ബ്ലോഗിൽ ലഭ്യമാണ്. കുട്ടികൾ പരമാവധി അവ പ്രയോജനപ്പെടുത്തുക. ഒപ്പം തന്നെ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാവീഥി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ക്ലാസ്. അത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ളതല്ല, അധ്യാപകർക്ക് കേറ്ററ്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ഓൺലൈനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ടീമാണ്. വിദ്യാവീതിയുടെ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് നടത്തുന്നത്. പെയ്ഡ് വെർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി വന്നാൽ 1000 പേരെ വരെ ഈ ഒരു ഗൂഗിൾ മീറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷെ നമ്മൾ നിലവിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾക്കറിയാവുന്നതാണ്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ ക്ലാസ് മറ്റു കുട്ടികൾക്കും അതുപോലെ വരും വർഷങ്ങളിലും ഉപയോഗിക്കപ്പെടേണ്ടതുണ്ട് എന്നതിനാൽ ഇവ ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മളുടെ ബ്ലോഗിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരും വർഷങ്ങളിലും കുട്ടികൾക്ക് പ്രയോജനപ്പെടുക എന്ന ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ ഒരുപാട് പേരെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മീറ്റ് അതിനകത്തിൽ അവർ വോയിസ് ഒക്കെ ഓൺ ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വിദ്യാവീതിയുമായിട്ട് ബന്ധപ്പെട്ടുകൂടി 1-2 കാര്യങ്ങൾ കൃത്യമായി ഓൺലൈൻ ആയിട്ട് കേറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് ക്ലാസ് എടുത്ത് വരുന്ന ഒരുപാട് പേര് അധ്യാപക വിദ്യാർത്ഥികളെ കേറ്ററ്റ് എന്ന് പറയുന്ന ഒരു വലിയ കടമ്പ കടക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചിട്ടയായ പ്രവർത്തനങ്ങൾ അവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ സിലബസ് അനുസരിച്ച് തന്നെ ശരിയായ രീതിയിൽ ക്ലാസ്സുകൾ നയിക്കുന്ന ഒരു ടീമാണ്. അജസ് മാഷാണ് അതിൻ്റെ CEO. 94 95 17 74 17 ഇതാണ് അജസ് മാഷിന്റെ മൊബൈൽ നമ്പർ. ഇനിയും ആർക്കെങ്കിലും അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് വരും കാലങ്ങളിലായാലും അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അനില ടീച്ചറാണ് ഇന്ന് നമുക്ക് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുന്നത്. അനില ടീച്ചർ ഗവൺമെന്റ് LPS തുവയൂർ സ്കൂളിലെ അധ്യാപികയാണ്. അടൂർ, പത്തനംതിട്ട ജില്ലയിലാണ് ടീച്ചർ സ്കൂള്. ഞങ്ങൾ രണ്ടുപേരും അയൽക്കാർ കൂടിയാണ്. ഞങ്ങൾ രണ്ടുപേരും വീട് കൊല്ലം ജില്ലയിലും വർക്ക് ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലകളിലുമാണ്. അപ്പോൾ ഈ ക്ലാസ് നയിക്കുന്നതിന് ഏറെ സ്നേഹത്തോടെ അനില ടീച്ചറിനെ ക്ഷണിക്കുകയാണ്. ഒപ്പം ഈ ക്ലാസ് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് എല്ലാ കുഞ്ഞുങ്ങളെയും ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ആവശ്യമില്ലാത്ത മൈക്ക് ഓൺ ചെയ്യരുത്. ടീച്ചർ ഏതെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഈ സ്ക്രീനിൽ കാണുന്ന പേര് വിളിച്ച് ടീച്ചർ ആരെങ്കിലും പേര് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ആ പേരിൽ കാണുന്നവർ മാത്രം മൈക്ക് ഓൺ ചെയ്ത് മറുപടി കൊടുക്കുക. മറുപടി പറഞ്ഞ ശേഷം ആ മൈക്ക് മ്യൂട്ട് ചെയ്യാനും മറക്കണം. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ എന്ത് ചെയ്യരുത്, ഈ വീഡിയോ ഓണാക്കി വെക്കുകയും ചെയ്യരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്ലാസ് നയിക്കുന്നതിനായി ബഹുമാനിയായ അനില ടീച്ചറെ ക്ഷണിച്ചു പോകുന്നു. ഓക്കെ. നമസ്കാരം കുഞ്ഞുങ്ങളെ, കാണാവോ എല്ലാവർക്കും?
കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ്. അപ്പൊ സാറ് പറഞ്ഞല്ലോ, അപ്പൊ ഇതിലേക്ക് അവസരം തന്ന ടീം അധ്യാപക കൂട്ടത്തിന്റെ അഡ്മിൻ രതീഷ് സാറിനും മറ്റ് അതിന്റെ ഭാരവാഹികൾക്കും ആദ്യമേ ഞാൻ എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. ഇംഗ്ലീഷിന്റെ ആദ്യത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടാവും. നമുക്ക് 15 മാർക്കാണ് ഇംഗ്ലീഷിനുള്ള ചോദ്യങ്ങളുള്ളത്. അതിലെ ആദ്യത്തെ പേപ്പർ 1 1 മാർക്കിന്റെ വീതം വരുന്ന 10 ചോദ്യങ്ങൾ ഉണ്ടാവും പേപ്പർ 1. പേപ്പർ 2 5 മാർക്കിന്റെ ഒരു ചോദ്യം, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് 5 മാർക്കിന്റെ ഒരു ചോദ്യം. അത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതിന് ഒന്നുകിലും 5 മാർക്കിന്റെ മാത്രമായിട്ട് ചോദ്യം ചോദിക്കാം, അതല്ല എങ്കിൽ അതിന് ചെറിയ ചെറിയ പിരിവുകൾ വന്നിട്ട് 3ഉം 1 രീതിയിലോ അതല്ലേ 3, 2 എന്ന രീതിയിലോ ആയിരിക്കാം ചോദ്യങ്ങൾ. മുൻ വർഷങ്ങളിലെ ഒരു പാറ്റേൺ അനുസരിച്ച് അങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യത്തെ 2 യൂണിറ്റ് ബിയോണ്ട് ഫിയർ ആൻഡ് വോയിസ് ഓഫ് യുണൈസൺ അല്ലേ, ഈ 2 യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് ടീച്ചർ പറയുന്നത്. അപ്പൊ ഇതിനോടകം തന്നെ എല്ലാ കുഞ്ഞുങ്ങളും പാഠപുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവും, നല്ല രീതിയിൽ വായിച്ചിട്ടുണ്ടാവും. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ടീച്ചർമാർ ക്ലാസ്സിൽ ചെയ്യിച്ചിട്ടും ഉണ്ടാവും. എങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ഒന്ന് ഓർമ്മിച്ചു പോകാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ യൂണിറ്റ് ബിയോണ്ട് ഫിയർ. ബിയോണ്ട് ഫിയറിൽ നമുക്ക് പ്രധാനമായിട്ടും അതിനകത്ത് 3 ഡിസ്കോഴ്സുകളാണ് വരുന്നത്. ഒന്ന് ഡയറി, മറ്റൊന്ന് നോട്ടീസ്, പിന്നെ കോൺവെർസേഷനും. ഇത് 3ഉമാണ് നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. കൂടാതെ റൈമിംഗ് വേർഡ്സ് ഉണ്ട്, നെയിമിംഗ് വേർഡ്സ് ഉണ്ട്, ആക്ഷൻ വേർഡ്സ് ഉണ്ട്, ഗ്ലോസറി ഉണ്ട് ഇല്ലേ. അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൽ നിന്നും നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യത്തെ യൂണിറ്റിലേക്ക് വിശദമായിട്ട് പോകാം. കുട്ടികളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? പഠിപ്പിക്കുകയല്ല, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിപ്പിക്കുകയല്ല, ടീച്ചർ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നമുക്ക് വൊക്കാബുലറി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓരോ യൂണിറ്റിന്റെ അവസാനം ഗ്ലോസറി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഓരോ യൂണിറ്റിന്റെ അവസാനം ഗ്ലോസറിയിൽ വേർഡ് മീനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ കുഞ്ഞുങ്ങളും ആ ഭാഗം പരിചയപ്പെടുക എന്നല്ല, നല്ല ആഴത്തിൽ വായിച്ച് പഠിക്കണം. ഓരോ മാർക്കിന്റെ ചോദ്യങ്ങളിൽ നമുക്ക് സമാനമായ അർത്ഥം വരുന്ന രീതിയിൽ അതിനകത്തുനിന്ന് നമ്മൾ ഒരുപാട് മോഡൽ ക്വസ്റ്റിനകത്ത് ഇപ്പൊ കണ്ടിട്ടുണ്ട്. സമാനമായ അർത്ഥം വരുന്ന രീതിയിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കുറച്ചെന്നെ ടീച്ചർ ഒന്ന് ഓർമ്മിപ്പിക്കാം. ബ്രേവറി നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ മെയിനായിട്ട് വരുന്ന ഒരു വേർഡാണ് ബ്രേവ് അല്ലെങ്കിൽ ബ്രേവറി. എന്താണ് അറിയാമായിരിക്കും അല്ലേ? ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഫിയർലെസ് അല്ലേ, പേടിയില്ലാത്തൊരവസ്ഥ. അത് പ്രധാനപ്പെട്ട ഒരു വേർഡാണ്. അതുപോലെ തന്നെയാണ് കൺസോൾ. എന്താണ്? ടു കംഫർട്ട് സംവൺ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അർത്ഥം തന്നിട്ട് സമാനമായ പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്ന് ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിനോട്ട്സ് ദ മീനിങ് ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഫിയർലെസ്. എന്നിട്ട് ഓപ്ഷൻസ് താഴെ കംഫർട്ട്, എമർജൻസി, ബ്രേവറി, കൺസോൾ, അങ്ങനെ കുറേ ഒരു 3-4 പദങ്ങൾ തരും. അപ്പൊ നമ്മൾ ആ കറക്റ്റ് വേർഡ് ഏതാണെന്ന് അറിയണമെങ്കിൽ ഗ്ലോസറി നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് ടീച്ചർ പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നവർ നോട്ട് ചെയ്യുക, അല്ല ടെക്സ്റ്റ് ബുക്കിനകത്താണെങ്കിൽ മാർക്ക് ചെയ്താലും മതി. ബ്രേവറി, കൺസോൾ, എമർജൻസി. നോട്ട് ചെയ്യുന്നുണ്ടോ ടെക്സ്റ്റ് ബുക്കിനകത്ത്?
നിങ്ങളുടെ ഗ്ലോസറിക്കകത്ത് നോക്കിയാൽ മതി. 1ാമത്തെ യൂണിറ്റിന്റെയാണ് ടീച്ചർ പറയുന്നത്. ബ്രേവറി, കൺസോൾ, എമർജൻസി, ഗ്രാബ്, തട്ടിപ്പറിക്കുക. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് പഠിച്ചതല്ലേ, കുക്കീസ് കൊണ്ടുവന്നിട്ട് ഐസക്കും പിന്നെ ദിലിനെ തട്ടിയെടുക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചില്ലേ. ഗ്രാബ്, ദെൻ പ്രിറ്റൻഡ്, മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അഭിനയിക്കുന്നതാണ് പ്രിറ്റൻഡ്. ബെഗ്, അതുപോലെ ബെഗ്, BEG, ബെഗ്. ഈ തുടങ്ങിയ പദങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും പദങ്ങൾ പ്രധാനപ്പെട്ട പദങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ എബ്രോഡ് ഉണ്ട്, എബ്രോഡ്, പിന്നെ ഫോറിൻ കൺട്രി. അപ്പൊ അതിലെ എല്ലാ വാക്കുകളും നിങ്ങൾ നോക്കണം. പ്രധാനമായിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് ടീച്ചർ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ആ 1ാമത്തെ യൂണിറ്റിനകത്ത് ആദ്യത്തെ ഒരു പേജില് മഹാത്മാഗാന്ധിയുടെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ഇല്ലേ. അതേപോലെയുള്ള ഓരോ യൂണിറ്റിലെയും ആ കൊട്ടേഷൻസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് പോകണം. അത് നമ്മുടെ മലയാളത്തിന്റെയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കവിതയിലെ വരികൾ അല്ലെങ്കിൽ ഓരോ കൊട്ടേഷൻസ് ഒക്കെ തന്നിട്ട് ഇത് ആരുടെ വരികളാണെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ നമ്മുടെ ഇംഗ്ലീഷിലും ഓരോ യൂണിറ്റിലും ഉണ്ട് ഓരോ കൊട്ടേഷൻസ്. ഈ വർഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറി വന്നപ്പോൾ ഉള്ള ഒരു പ്രത്യേകതയാണ്. അപ്പൊ അത് നിങ്ങൾ ഓരോ യൂണിറ്റിന്റെയും വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവാം. അപ്പൊ 1ാമത്തെ കൊടുത്തിരിക്കുന്ന മഹാത്മാഗാന്ധിയുടേതാണ്. അത് മറക്കാതെ നിങ്ങൾ ഓരോ യൂണിറ്റിന്റെ വായിച്ച് പഠിക്കണേ. പിന്നെ നമുക്ക് ഓരോ യൂണിറ്റിൽ നിന്നും മെയിൻ ഇവന്റ്സ്, റീഅറേഞ്ച് ദ മെയിൻ ഇവന്റ്സ് ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞ് തന്നിട്ട് റീഅറേഞ്ച് ദ മെയിൻ ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് തരാം. ഓർഡർ തെറ്റിച്ച്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓർഡർ തെറ്റിച്ചിട്ട് കഥയുടെ ചുരുക്കം ഓർഡർ തെറ്റിച്ചിട്ട് തന്ന് അതിലെ കറക്റ്റ് ഓപ്ഷൻ നോക്കി എഴുതാം. അപ്പൊ നമ്മൾ 1ാമത്തെ യൂണിറ്റിനകത്തെ നമുക്ക് അറിയാം, ദിൽനയുടെ ബ്രദർ അല്ലേ, ദിൽന ആൻഡ് ഐസക് വെർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. അതാണ് ആദ്യത്തെ സംഭവം അല്ലേ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണെന്ന് ഒന്ന് പറയാമോ ആർക്കെങ്കിലും? അനുപമയ്ക്കൊന്ന് പറയാമോ അത് കഴിഞ്ഞ് വരുന്ന സംഭവം എന്താണെന്ന്? ഞാൻ ഓപ്ഷൻ പറയാം. അനുപമ ഓപ്ഷൻ വെച്ചിട്ട്, അനുപമ എന്ന് ഇവിടെ കാണുന്ന പേരാണ് ടീച്ചർ വിളിക്കുന്നത്. ഓപ്ഷൻ പറയാം. ദിൽന ആൻഡ് ഐസക് ട്രൈ ടു വേക്ക് ഹെർ മദർ അപ്പ്, ദെൻ ഹാവിങ് കുക്കീസ് ഫ്രം ദ കിച്ചൺ. 2 ഓപ്ഷനേ പറയുന്നുള്ളൂ. അനുപമ എന്ന് പേര് കാണിക്കുന്ന കുട്ടിക്ക് പറയാമോ? ബി. വെരി ഗുഡ്, ബി ആണ്. ഗുഡ്. ഹാവിങ് കുക്കീസ് ഫ്രം ദ കിച്ചൺ. അപ്പൊ നമുക്ക് സ്റ്റോറി അറിയാം. ആദ്യം അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ കിച്ചണിൽ വന്നിട്ട് കുക്കീസ് എടുത്തു അല്ലേ. അടുത്തത് ദീപ്ത എന്ന പേരുള്ള കുട്ടി എന്ന് പറയണേ. ഓപ്ഷൻ പറയാം മക്കളെ. ദിൽന കാൾഡ് 101 to the fireman. Then mom was lying on the floor. ഇതിൽ ഏതാണ്? ദീപ്ത, can you say the answer? Mom laying on the floor. Yes, very good. Mom was lying on the floor അല്ലേ. അമ്മ തറയിൽ കിടക്കായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് സ്റ്റോറി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ബാക്കിയുടെ പറയുന്നില്ല. അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ ആ സ്റ്റോറി ഒന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടേതായ സെന്റൻസിലൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് അപ്പൊ എങ്ങനെ വേണേലും ചോദിക്കാം അത് കേട്ടോ. അപ്പോ നമ്മുടെ അത് എല്ലാ യൂണിറ്റിനും അത് ബാധകമാണേ. ഈ റീഅറേഞ്ച് ദ ഇവന്റ്സ് എന്ന് പറയുന്നത് എല്ലാ യൂണിറ്റിനും ബാധകമാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ആ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് നോട്ടീസ് ആണ്. റൈറ്റിംഗ് നോട്ടീസ്. കാരുണ്യ, ആ പേര് എഴുതിയ കുട്ടി കാരുണ്യ, ഒന്ന് പറയാമോ മോളെ എന്തൊക്കെയാ നമ്മളെ നോട്ടീസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന്? കാരുണ്യ ഇപ്പൊ കാണുന്നില്ല. തീയതി, സമയം, സ്ഥലം, ചീഫ് ഗസ്റ്റ്, പിന്നെ
ഓക്കെ, ബാക്കി ടീച്ചർ പറയാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ നോട്ടീസ് തയ്യാറാക്കാൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നോട്ടീസ് എന്നുള്ളത്. ഡ്രാഫ്റ്റ് നോട്ടീസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പം നമുക്ക് ഇനിയിപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. നമ്മുടെ സ്കൂളിൽ മികവ് ഫെസ്റ്റ് ഒക്കെ നടത്താറില്ലേ നമ്മൾ? ഇംഗ്ലീഷ് ഫെസ്റ്റ് ഉണ്ട്, മികവുണ്ട്, എക്സലൻസ് ഫെസ്റ്റ്, മികവ്. ഇതൊക്കെ നടത്താൻ ഇനി വരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ ചിലപ്പോൾ നമുക്ക് ചോദിച്ചേക്കാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇവന്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ഓക്കെ, ഒരു വെന്യൂ എന്ന് എഴുതി കാണിച്ചു. അപ്പോൾ നമ്മൾ നോട്ടീസിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ടൈറ്റിലാണ്. ഒരു ടൈറ്റിൽ വേണം. ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ ആനുവൽ ഡേ സെലിബ്രേഷൻ, അതിപ്പോൾ തന്നെ നമ്മൾ പല സ്കൂളുകളും ആ സെലിബ്രേഷൻ ഒരു പേരിടും അല്ലേ? മിക്ക സ്കൂളുകാരും പേരിടും, ഉത്സവമെന്നോ എന്താ അങ്ങനെയൊക്കെയുള്ള ഓരോ പേരുകളിടും. അപ്പം നമ്മൾ ടൈറ്റിലായിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കുക. നോട്ടീസിന് ആദ്യമേ ഒരു ടൈറ്റിൽ കൊടുക്കുക, ഫസ്റ്റ് വൺ. പിന്നെ നിങ്ങളിപ്പോൾ പലരും എഴുതി കാണിച്ചതുപോലെ ഡേറ്റ് ആൻഡ് ടൈം. ഡേറ്റ് അത് എന്നാണ്, ഏത് സമയത്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡേറ്റ് ആൻഡ് ടൈം ഇറ്റ് ഇസ് വെരി മസ്റ്റ് കേട്ടോ. ദെൻ വെന്യൂ, അടുത്തത് നമ്മൾ എവിടെ വെച്ചാണ് ആ പ്രോഗ്രാം നടത്തുന്നത്. ഏത് പ്രോഗ്രാം ആണെങ്കിലും പ്രോഗ്രാം നടത്തുന്നത് എവിടെ വെച്ച്, അങ്ങനെ വെന്യൂ. ദെൻ ചീഫ് ഗസ്റ്റ് ഉണ്ടെങ്കിൽ ചീഫ് ഗസ്റ്റ് വെക്കാം കേട്ടോ. അത് കമ്പൽസറി അല്ല, ചീഫ് ഗസ്റ്റ് എന്നുള്ളത് കമ്പൽസറി അല്ല. ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് കമ്പൽസറി അല്ല കേട്ടോ. ചീഫ് ഗസ്റ്റ് ഉണ്ടെങ്കിൽ വെക്കാം, അതല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദി ഇവന്റ് എന്നുള്ളതാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തിനെക്കുറിച്ചാണോ നോട്ടീസ് തയ്യാറാക്കുന്നത് അതിനെക്കുറിച്ചൊരു ചെറിയ നോട്ട്, ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കാം. നമ്മുടെ യൂണിറ്റിനകത്ത് നമ്മൾ പഠിച്ചത് ദിലിനെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അല്ലായിരുന്നു നമ്മൾ തയ്യാറാക്കിയത്. അപ്പൊ നമുക്ക് അവിടെ എന്താണോ നമ്മളുടെ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണോ നോട്ടീസ് തയ്യാറാക്കേണ്ടത് അതിനെക്കുറിച്ച് ഒരു 1-2 വാചകം നമുക്ക് സൂചിപ്പിക്കാം. അപ്പൊ അതിന്റെ തുടക്കം ഡിയർ ഫ്രണ്ട്സ് ഓർ ഡിയർ പേരൻസ്, ആ രീതിയിൽ തുടങ്ങാം. ഓർത്ത് വെച്ചോണേ അതൊക്കെ. ഡിയർ ഫ്രണ്ട്സ് ഓർ ഡിയർ പേരൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നോട്ടീസ് നമ്മൾ എന്തിനാണ് തയ്യാറാക്കുന്നത്? എല്ലാവരെയും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? എല്ലാവരെയും നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യല്ലേ, വിളിക്കുകയല്ലേ? അപ്പോൾ അതിനകത്ത് മസ്റ്റായിട്ട് വേണ്ടുന്ന ഒരു സെന്റൻസ് ആണ്. സ്വാഗതം ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് എഴുതുന്ന ഒരു സെന്റൻസ് ആണ് എന്താണ്? ഓൾ ആർ വെൽക്കം. ഓൾ ആർ വെൽക്കം. നമ്മൾ എല്ലാവരെയും സ്വാഗതം ചെയ്യണം. അതിനാണ് നോട്ടീസ് തയ്യാറാക്കുന്നതെങ്കിൽ ആ ഒരു സെന്റൻസ് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. ഓൾ ആർ വെൽക്കം. പിന്നെ നിങ്ങളുടെ മാർക്ക് പരിഗണിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ? നിങ്ങൾ തയ്യാറാക്കുന്ന നോട്ടീസിന്റെ ഒരു ലേ ഔട്ട്, ഒരു ഡിസൈൻ ഉണ്ട്. അതായത് ഇപ്പം നമ്മുടെ നോട്ടീസിന്റെ ഇപ്പം ടൈറ്റിൽ വേണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോണിലാണോ നമ്മൾ അത് എഴുതുന്നത്? അല്ല അല്ലേ? ഏറ്റവും സെന്ററിൽ ആ ടൈറ്റിൽ നമ്മൾ ഇച്ചിരി വലിയ ലെറ്ററിൽ കൊടുക്കും. പെട്ടെന്ന് വായിക്കുന്ന ആളുടെ ശ്രദ്ധ അതിലേക്ക് ആകർഷിക്കാൻ പാകത്തിന് നമ്മളിത്തിരി അവരുടെ വലിയൊരു ലെറ്ററിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കളറൊക്കെ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഏറ്റവും സെന്ററിലായിട്ട് തുടങ്ങാം ടൈറ്റില്, അതിന്റെ താഴെയായിട്ട് വെന്യൂ. അപ്പൊ അങ്ങനെ ഒരു പാറ്റേണിൽ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുവെക്കുകയോ അല്ലെങ്കിൽ വലിയ പേപ്പറിന്റെ ഒരു സൈഡിൽ എഴുതുകയോ ഒക്കെ ചെയ്യാതെ അതിനൊരു കൃത്യമായ ഒരു ഫോർമാറ്റിൽ നമ്മൾ എഴുതും. അപ്പൊ അതാണ് ഡിസൈൻ ആൻഡ് ലേ ഔട്ട്. പിന്നെ ഡേറ്റ് ടൈം ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഇത് ആരാണോ നമ്മൾ അവരെ നമ്മൾ ഇൻഫോം ചെയ്യുന്നത്, അതായത് ഇപ്പം സ്കൂൾ ലീഡർ ആണെങ്കിൽ ഏറ്റവും താഴെ സ്കൂൾ ലീഡർ എന്ന് കൊടുക്കും അല്ലേ? ഇനി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആണെങ്കിൽ ഹെഡ് മിസ്ട്രസ് ഓർ PTA പ്രസിഡന്റ് ഓർ പഞ്ചായത്ത് പ്രസിഡന്റ്, ആരാണോ അവരുടെ പേര് നമ്മൾ താഴെ കൊടുക്കും അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നോട്ടീസ് എന്നുള്ളത്. 1ാമത്തെ യൂണിറ്റ് തന്നെ വരുന്നതാണ്. ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് നോട്ടീസ്. അപ്പൊ നോട്ടീസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ
നിങ്ങൾക്ക് അറിയാം, ടീച്ചർ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എല്ലാവരും എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടെന്നും തോന്നുന്നു. അടുത്തത് നമ്മുടെ ആ യൂണിറ്റിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡിസ്കോഴ്സ് ആണ് ഡയറി. ഡയറി. അപ്പോ MV എന്ന പേര് കാണുന്ന കുട്ടി ഒന്ന് പറയുമോ മോളെ? മോളാണോ മോനാണോ? ഡയറി നമ്മൾ എങ്ങനെ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? MV ഒരു കൊച്ചു കുഞ്ഞിന്റെ ഫോട്ടോ കാണിക്കുന്ന ഒരു ആളുണ്ടല്ലോ, ഒന്ന് പറയാവോ? ഇല്ല. ഓക്കെ. അൻസു ബിനുവിന് ഒന്ന് പറയാമോ? അൻസു. ഡേറ്റ് ഡേറ്റ് വേണം. ഗുഡ്. സ്ഥലം സ്ഥലം. ഓക്കെ. ദിവസം ദിവസം അതിനാണ് നമ്മൾ ഡേറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ. പിന്നെ പ്രത്യേകതകള്. പ്രത്യേകതകള്. ആ പ്രത്യേകതകൾ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഈ പ്രത്യേകതകൾ എഴുതുമ്പോഴും നമ്മുടെ അവസ്ഥകളല്ലേ എഴുതുന്നത്, നമ്മുടെ ഡയറി അല്ലേ എഴുതുന്നത്. അപ്പൊ അതിനകത്ത് ചില വേർഡ്സ്, അതായത് നമ്മുടെ ഡയറി ആണെന്ന് തിരിച്ചറിയാനായിട്ട് ചില ചെറിയ വേർഡ്സ് ഉപയോഗിക്കാറുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഷീബ ഒന്ന് പറയാമോ? ഷീബ എന്ന് പേര് എഴുതിയത് ഒന്ന് പറയാമോ? നമ്മുടേതാണ് അല്ലെങ്കിൽ നമ്മളാണ് എഴുതുന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില വേർഡ്സ് ഉണ്ടല്ലോ. ഷീബ. ഐ, മൈ എന്നൊക്കെ ഉള്ളത്. അതെ. ഐ, മൈ, മീ, ഔവേഴ്സ് അല്ലേ, വി, ഇങ്ങനെ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കും അല്ലേ. ചില കുട്ടികളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ഡയറിയാണ് എഴുതുന്നതെങ്കിലും കുട്ടിയുടെ തന്നെ പേര് എഴുതി വെക്കും. ഇപ്പം അൻസു എന്ന് പറഞ്ഞ കുട്ടി, അൻസുവിനകത്തുണ്ട്, വേണ്ട, അമ്മു എന്ന് പറയുന്നൊരു കുട്ടിയാണ് അത് എഴുതുന്നെങ്കിൽ ചിലപ്പോൾ അമ്മു എഴുതും അമ്മു എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതും. അമ്മു വെന്റ് ടു ദ ടെമ്പിൾ എന്നൊക്കെ ചിലപ്പം എഴുതുന്നിരിക്കും. അപ്പൊ അവിടെ അങ്ങനെയല്ലല്ലോ വേണ്ടതേ. അപ്പോൾ ഐ, മീ, പിന്നെന്താ, മൈ, വി, ഇങ്ങനെയൊക്കെയുള്ള, അതായത് നമ്മുടേതെന്നുള്ള പദങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഫീലിങ്സ്, ആ ഫീലിങ്സ് അതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കണം. അപ്പൊ ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കും എഴുതുന്നത്, ചിലപ്പോൾ ആണെങ്കിലോ ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങൾ. ചിലപ്പം അച്ഛൻ വരും, അപ്പൊ നമുക്ക് ഭയങ്കര പ്രതീക്ഷയും, അച്ഛൻ വരുമ്പോൾ എനിക്ക് എന്തൊക്കെയോ കൊണ്ടുവരും, അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. അച്ഛൻ കൊണ്ടുവരുന്ന കുറെ എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടാവും നമുക്ക്. അപ്പൊ നമ്മുടെ ഫീലിങ്സ് എന്താണോ, അതെ, ഫീലിങ്സ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് ഒരുപാടൊന്നും എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എഴുതുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചെഴുതണം കേട്ടോ. അപ്പോൾ ഡയറിയുടെ ഒരു പ്രത്യേകതയാണത്. അപ്പൊ നമുക്ക് ഡയറി അങ്ങനെ എഴുതാം. സ്ഥലം എഴുതേണ്ടത് നിർബന്ധമല്ല മക്കളെ. കാര്യം എന്തോ? ഈ സ്ഥലം എഴുതൽ നിർബന്ധമാണോ? ഇല്ല, സ്ഥലം എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്ഥലം എഴുതണമെന്ന് നമ്മൾ കത്ത്, നോട്ടീസ് ഒന്നും അല്ലല്ലോ തയ്യാറാക്കണം. നമ്മുടെ ഡയറി അല്ലേ, നമ്മുടെ കൂടെ കൊണ്ടു നടക്കുന്ന സാധനമാണ് ഡയറി. നമ്മൾ എവിടെ ഇരുന്നാലും അത് എഴുതും. പിന്നെ നമ്മൾ എഴുതുന്ന പിന്നെ സംഭവത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോഴത്തെ സംഭവമാണെങ്കിൽ നമ്മൾ ആ സ്ഥലം നോട്ട് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സ്ഥലം എഴുതണം എന്നില്ല. ഡേറ്റ് നമ്മൾ എഴുതണം. ഏത് ദിവസമാണോ നമ്മൾ ഡയറി എഴുതുന്നത്, എല്ലാ ദിവസവും ഡയറി എഴുതുമല്ലോ, അപ്പോൾ ആ ഡേറ്റ് അത് മതി. സ്ഥലം നിർബന്ധമല്ല കേട്ടോ. ഓക്കെ. പിന്നെ നമ്മുടെ ആ യൂണിറ്റിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡിസ്കോഴ്സ് ആണ് കോൺവെർസേഷൻ. അത് ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റിനകത്തും വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരുന്ന ഒരു ഭാഗമാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ യൂണിറ്റിലാണെങ്കിൽ നമുക്ക് ദിൽന ഐസക്ക്, അല്ലെങ്കിൽ ദിൽന ഫയർമാൻ, മദർ ആൻഡ് ദിൽന, മദർ ആൻഡ് ഐസക്, ഫയർമാൻ ആൻഡ് മദർ. അപ്പോൾ ഒരുപാട് കോൺവെർസേഷന് സാധ്യതയുള്ള ഒരു യൂണിറ്റ് ആണത്. കോൺവെർസേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആരാ പറയുന്നേ? ഞാൻ ചോദിക്കട്ടെ. ബാവ,
ഒന്ന് പറയാമോ? കോൺവെർസേഷൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന്? രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത്. അപ്പൊ നമ്മളത് എഴുതുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? നമുക്ക് മാർക്ക് കിട്ടണ്ടേ? അപ്പൊ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതിയോ? അപ്പൊ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാ ശ്രദ്ധിക്കേണ്ടെന്നേ? ഓർക്കുന്നില്ല? അവരോട് പറയാൻ വിചാരിക്കുന്ന എന്തോ മോളെ? കാര്യങ്ങൾ. എന്തോ? അവരോട് പറയാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ. പറയാൻ വിചാരിക്കുന്ന കാര്യങ്ങള്. അപ്പൊ നമ്മള് ടീച്ചർ പറയാം. ചോദ്യത്തിൽ എന്താണോ നമ്മളോട് ചോദിക്കുന്നത് ആ ഒരു കണ്ടന്റ് അതിനകത്ത് വരണം. പിന്നെ ഒരു രണ്ടുപേര് തമ്മിലാവുമ്പോൾ ഈ ഇന്ററാക്ഷൻ അല്ലേ? അപ്പൊ ഒരാൾ ചോദിക്കുക, അതെ വിഷയത്തെ പറ്റി ഒരാൾ എഴുതിയിട്ടുണ്ട്, വിഷയത്തെ പറ്റി, വെരി ഗുഡ്. പിന്നെ ചിലപ്പോൾ ഒരാൾ എന്തെങ്കിലും ചോദിക്കും, അപ്പൊ അതിന് മറുപടി ആയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ലിങ്ക് വരും അതിനകത്ത്, അല്ലേ? അപ്പൊ ചോദ്യ ഉത്തരമായിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഒരാൾ പറയുന്നതിന്റെ ബാലൻസ് ആയിട്ട് തന്നെ വരണം. പിന്നെ പലപ്പോഴും കുഞ്ഞുങ്ങൾ എഴുതുമ്പോഴോ ലാസ്റ്റ് വന്നിട്ട് നമുക്ക് ഇനിയുണ്ട്, എന്തോ പറയാൻ ബാലൻസ് ഉണ്ട് എന്ന് വായിച്ചിട്ട് നമുക്ക് തോന്നും, അയ്യോ ഇത് കംപ്ലീറ്റ് ആയില്ലല്ലോ, ഇനിയുണ്ടല്ലോ, പറഞ്ഞ് മുഴുവിക്കത്തില്ല. അപ്പൊ അങ്ങനെ വരരുത്. നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളെങ്കിലും അതിനൊരു കൃത്യമായ ഒരു എൻഡിങ് ഉണ്ടാവണം കേട്ടോ. പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട്, അല്ലെ ബായ് പറഞ്ഞു പോകുന്നുണ്ട്, ബായ് എഴുതണം എന്നല്ല പറഞ്ഞത്, ആ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. പിന്നെ ഇവിടെ പറഞ്ഞു പോണ സിമ്പിൾസ്, ചിഹ്നങ്ങൾ. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ യൂസ് ചെയ്യണം, അല്ലേ? ചിലപ്പോൾ നമ്മൾ വാവ് എന്നൊക്കെ പറയും, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സ്ക്ലമേഷൻ കൃത്യമായിട്ട് കൊടുക്കണം, ഇല്ലേ? ചിലപ്പോൾ പേര് വിളിക്കായിരിക്കും, പേര് വിളിക്കുകയാണെങ്കിൽ നമ്മളവിടെ ഒരു കോമ കൊടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള പങ്ക്ച്വേഷൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഫസ്റ്റ് ലൈൻ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ തന്നെ പോകണം. പിന്നെ കണ്ടന്റ് നമ്മൾ അറിഞ്ഞെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അത് പഠിക്കാം. അത് നിർബന്ധമാണോ എന്ന്? എന്ത് നിർബന്ധമാണോ എന്നാ? ഷെറീഫോ? നിർബന്ധമാണോ എന്ന് ചോദിച്ചത് എന്തായിരുന്നു മക്കളെ? ഓക്കെ, കാണുന്നില്ല. പിന്നെ നമ്മുടെ യൂണിറ്റിനകത്ത് വരുന്ന നെയിമിംഗ് വേർഡ്സ് ആണ്. നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നെയിം ഓഫ് പീപ്പിൾ വരാം, നെയിം ഓഫ് തിങ് വരാം, നെയിം ഓഫ് പ്ലേസസ് വരാം, നെയിം ഓഫ് അനിമൽസ് ഓർ ബേർഡ്സ്, ഇതെല്ലാം വരാം. അപ്പൊ ഞാനതൊന്ന് ചോദിക്കട്ടെ, മുബാഷിറ ഒരു നെയിമിംഗ് വേർഡ് പറയാമോ? പറഞ്ഞു മോളെ. ചോദ്യോ? വാക്കിംഗ് ആണോ? ഏതാ? ക്യാറ്റ്. ഓക്കെ, റൈറ്റ്. ക്യാറ്റ്, അതെ. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നെയിമിംഗ് വേർഡ്? അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാണേ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നെയിമിംഗ് വേർഡ്? ദിൽന, പ്ലേയിങ്, പെൻ, ബുക്ക്. Which is the answer? BG, can you say the answer? ഇവിടെ വേറെ ഷാഫി എഴുതി കാണിച്ചു. ഏതാണ്? പ്ലേയിങ്. പലരും എഴുതി കാണിച്ചു. ഓക്കെ, എഴുതിയിട്ടാലും മതി. ഓക്കെ, പ്ലേയിങ് ആണല്ലേ? പ്ലേയിങ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ വേർഡ് ആണ്, അത് നെയിമിംഗ് വേർഡ് അല്ല. അപ്പൊ നെയിമിംഗ് വേർഡ്, അപ്പൊ അത് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നെയിമിംഗ് വേർഡ്. കുറേ വേർഡ്സ് തന്നിട്ട് അതിൽ നിന്ന് നെയിമിംഗ് വേർഡ് എഴുതാൻ പറയാം, അതല്ലെങ്കിൽ നെയിമിംഗ് വേർഡ് അല്ലാത്തത് ഏതാണെന്നും ചോദിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം. നോട്ട്, അങ്ങനെ ഒരു വേർഡ് അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് തെറ്റുന്ന ഒരു കാര്യമാണ്. ഒറ്റ നോട്ടത്തിൽ അങ്ങ് ആൻസർ ചെയ്യും. പക്ഷെ അതിനിടയ്ക്ക് എവിടെയെങ്കിലും നോട്ടൊന്നോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവില്ലേ? അപ്പൊ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ഇപ്പൊ നെയിമിംഗ് വേർഡ്സ്. പിന്നെ വരുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ
ആക്ഷൻ വേർഡ്സ് ആണ്. ആക്ഷൻ വേർഡ്സ്. ഓക്കെ, സമീന പറയണേ. സമീന ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. വിച്ച് among the following is an example of action word? Which among the following is an example of action word? പറയാണേ. പെൻ, ബുക്ക്, സ്കിപ്പിംഗ്, ദിൽന. സ്കിപ്പിംഗ്. സ്കിപ്പിംഗ്. ഓക്കെ, റൈറ്റ്. സ്കിപ്പിംഗ് ആക്ഷൻ, നമ്മൾ പ്രവൃത്തിയെ കാണിക്കുന്ന ഏത് വേർഡും. അത് ഒരുപാടുണ്ട് അല്ലേ, ഒരുപാടുണ്ട്. മുജു ഒരു ആക്ഷൻ വേർഡ് പറയാമോ? മുജു. കാറ്റ്. ആക്ഷൻ വേർഡ് മോനെ, ആക്ഷൻ വേർഡ്. നമ്മൾ എന്തെങ്കിലും എന്തോ? പ്ലേ. പ്ലേ, റൈറ്റ്, ഗുഡ്. പ്ലേ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ത് വേണേലും, ഈറ്റിംഗ്, ഈറ്റ്, ഡ്രിങ്ക്, റൈറ്റ്, ജംപ്, വാക്ക്, സ്ലീപ്പ്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഏത് വേണമെങ്കിലും വരാം. വാക്കിംഗ്, ക്ലൈംബിംഗ്, ഫ്ലൈയിങ്, സ്റ്റാച്ചിങ്. ഓക്കെ, ഒരുപാട് വേർഡ്സ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് പരീക്ഷയ്ക്ക് നേരത്തെ ചേർത്തും. റണ്ണിങ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ്. റൈറ്റിംഗ് ശരിയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കണം. ആക്ഷൻ വേർഡ്സ് ഏതാണെന്ന് ചോദിക്കാം, ആക്ഷൻ വേർഡ്സ് ഉദാഹരണം അല്ലാത്തത് ഏതാണെന്നും ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിനകത്തുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അവിടുന്ന് വരാം. പിന്നെ ആ യൂണിറ്റിൽ വരുന്ന പ്രധാനപ്പെട്ടത് മറ്റൊന്നാണ് റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് അത് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. റൈമിംഗ് വേർഡ് കുറേ വേർഡ്സ് തന്നിട്ട് ഒരുപോലെ, റൈമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഒരേപോലെ ഉച്ചരിച്ച് വരുന്ന വാക്കുകളാണ്. സ്പെല്ലിംഗ് അല്ല നോക്കുന്നത്, ഒരേപോലെ പറയുന്ന, പറഞ്ഞു വരുമ്പോൾ ഒരേപോലെയുള്ളത്. അപ്പോൾ ടീച്ചർ അതിനൊന്നും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഓൾ, കോൾ. യെസ്, ലുക്കിംഗ്, കുക്കിംഗ്. ഇവിടെ ഓരോരുത്തർ എഴുതുന്നുണ്ട്. വെരി ഗുഡ്. പിന്നെ serve, deserve, sun, run. വെരി ഗുഡ്. ക്യാറ്റ്, പാറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. അവിടെയും എങ്ങനെയായിരിക്കും ചോദിക്കാം? വിച്ച് among the following is an example of rhyming word? അങ്ങനെ ചോദിക്കാം. നോട്ട് റൈമിംഗ് വേർഡ് ഒന്നും ചോദിക്കാം. റോൾ, കോൾ. There, where, rat, mat, see. Okay, see me. There are many examples. Cry, white light. Okay. Near, fear. Rain, main. Tall, tall. Light, bright. Eyes, slice. White light. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. പിന്നെ അത് പറയണ്ട. ഓക്കെ, മതി. അപ്പൊ കുറെ എക്സാമ്പിൾ ആയില്ലേ? ഓക്കെ, അത് നിങ്ങൾ നിങ്ങളുടെ പാഠവുമായി ബന്ധപ്പെട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, മതി മതി. യെസ്, മതി മതി മക്കളെ, മതി. അപ്പോ നിങ്ങളുടെ 1ാമത്തെ യൂണിറ്റിനകത്തുനിന്ന് വരുന്ന റൈമിംഗ് വേർഡ്സ് ആണ് ടീച്ചർ പറഞ്ഞത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള യൂണിറ്റിനകത്തുനിന്ന് അതൊക്കെ ചോദിക്കാവുന്നതാണേ. പിന്നെ നമ്മുടെ അടുത്ത യൂണിറ്റ് വോയിസസ് ഓഫ് യുണൈസൺ, 2ാമത്തെ യൂണിറ്റ്. നമ്മൾ 2 യൂണിറ്റാ പറഞ്ഞ്, സെക്കൻഡ് യൂണിറ്റ്. അവിടെ ടീച്ചർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ യൂണിറ്റിന്റെ ഫസ്റ്റില് ഹെലൻ കെല്ലറുടെ ഒരു വേർഡ് ഉണ്ട്. അപ്പൊ ആ ലൈൻ തന്നിട്ട് ഹൂ സെഡ് ദിസ് എന്ന് ചോദിക്കാം. എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗെദർ വി ക്യാൻ ഡു സോ മച്ച്. അപ്പോൾ അതേപോലുള്ള വരികൾ തന്നിട്ട് ഹൂ സെഡ് ദിസ് അല്ലെങ്കിൽ ഹൂസ് ലൈൻസ് ആർ ദിസ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ആ ഓരോ യൂണിറ്റിന്റെ ഫസ്റ്റിൽ വരുന്ന ആ ലൈൻസും അത് എഴുതിയ ആളുടെ പേരും നന്നായിട്ട് പഠിച്ചിട്ട് പോണം കേട്ടോ. അപ്പൊ നമ്മുടെ ആ യൂണിറ്റിനകത്ത്
വരുന്ന മറ്റൊരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ വരുമോ? പിക്ചർ ഡിസ്ക്രിപ്ഷൻ എല്ലാ യൂണിറ്റ് പിക്ചർ ആയിരിക്കത്തില്ല, ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ യൂണിറ്റിനകത്തും വരുന്ന സംഭവമാണ് കേട്ടോ. ആദ്യത്തിന് അയച്ച ടാപ്പ് ടോപ്പ് ടാപ്പ് ടോപ്പ് ടോപ്പ് ടാപ്പ് വേണം പറയാം. മൈക്ക് ഓഫ് ചെയ്യണേ, മൈക്ക് ഓഫ് ചെയ്യണേ. മൈക്ക് ഓഫ് ചെയ്യണേ. അടുത്തത് നമ്മുടെ ഇന്റർജെക്ഷൻ ആണ്. അതായത് നമ്മൾ കുറച്ച് വേർഡ്സ്, ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില വേർഡ്സ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിനകത്ത് അത് പ്രധാനപ്പെട്ടതാണ്. അലാസ്, ഫസ്റ്റ് വൺ അലാസ്. എന്താണ് അലാസ്? ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. അമ്പിളി ഒന്ന് പറയാമോ അലാസ് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന്, അല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് നമ്മൾ അലാസ് സൂചിപ്പിക്കുന്നത്? അമ്പിളി, she's not there. ഓക്കെ, പറഞ്ഞോ പറഞ്ഞു. അലാസ് നമ്മൾ എപ്പോഴാ ഉപയോഗിക്കുന്നത് അലാസ് എന്ന്? അറിയില്ല? ഓക്കെ, സാരമില്ല. when something bad happens, എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നമ്മൾ അലാസ് നമ്മൾ പറയാറില്ലേ, അയ്യോ കഷ്ടം. പരാജയപ്പെടുക അല്ല മോനെ, പരാജയപ്പെടുകയല്ല. അലാസ് എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവണം, എന്തോ കഷ്ടമായി പോയിന്നൊക്കെ നമ്മൾ പറയല്ലേ, അതാണ് അലാസ് കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞുതരാം. ദെൻ ഹ്യൂറൈ, അത് ജംഷീനക് എന്ന് പറയാമോ? ഹുറൈ എപ്പോഴാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞോ. നമ്മളൊരു സന്തോഷങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ യെസ്, വെൻ വി വിൻസ് ഓർ സക്സീഡ്, നമ്മൾ എപ്പോഴെങ്കിലും അതിപ്പോ ഒരു മത്സരത്തിന് പോയി, അല്ലെ ഇപ്പൊ ഒരു ഓട്ട മത്സരം നടന്നു, ആ ഓട്ട മത്സരത്തിൽ നമ്മൾ വിജയിച്ചു, അപ്പൊ നമ്മുടെ സന്തോഷം നമ്മൾ ഹുറേ ഹുറേ എന്നും പറഞ്ഞ് ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കല്ലേ. അപ്പോ വിജയിക്കുന്ന സമയത്ത് വിജയവേളകളിൽ സന്തോഷം നമ്മൾ കാണിക്കാൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹുറേ എന്നുള്ള ഓപ്ഷൻ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അംബരീഷ്, അംബരീഷ് പറയണേ അടുത്തത്. വാവ്, വാവ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നേ? അത്ഭുതം. എപ്പോഴാ? യെസ്, അത്ഭുതം അല്ലേ. വെൻ വി സർപ്രൈസ്, നമുക്കൊരു അതിശയം തോന്നുമ്പോഴല്ലേ, നമ്മൾ ഇപ്പം താജ്മഹലൊക്കെ ചെന്ന് കണ്ടാൽ നമ്മൾ പറയാം വാവ് എന്ന് പറയും ഇല്ലേ, അമേസിങ്. അപ്പൊ അത്തരം നമുക്ക് അതിശയം തോന്നുന്ന സന്ദർഭങ്ങളിൽ, നമുക്കൊരു അത്ഭുതം തോന്നുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് വാവ്. ഓക്കെ, ദെൻ സമീന, ഔച്ച്. When we have feel yes, when we okay, when we get hurt, നമുക്ക് എപ്പോഴെങ്കിലും മുറിവ് അല്ലെങ്കിൽ ഒരു വേദന പറ്റുമ്പോഴാണ് നമ്മൾ ഔച്ച് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്കും ഡോറിൽ നമ്മുടെ കൈ തട്ടി, അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെയാ പറയാം അല്ലേ. നമുക്ക് പെയിൻ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ, ഹർട്ട് ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് എന്താ? ഔച്ച് എന്നുള്ളത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ് ആ ഭാഗങ്ങളൊക്കെ. അതുപോലെ തന്നെ അതാരോടാ ചോദിക്കണ്ടേ? കുറെ പേര് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. സഫ്രീബ, അല്ലെങ്കിൽ യാ എന്നും പറയും. അറിയില്ല? സന്തോഷം വരുമ്പോ പറയും.
അത് തന്നെ. വെൻ വി റിയാക്ട് ടു ഹാപ്പി ന്യൂസ്, ഒരു ഒരു സന്തോഷ വർത്തമാനം നമ്മൾ കേൾക്കുമ്പോഴാണ് ആ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. വിച്ച് വേർഡ് യൂസ്ഡ് ഇൻ വെൻ വി ഗോട്ട് എ ഗിഫ്റ്റ്? ആരോടാ ചോദിക്കുന്നത്? രാജി ഒന്ന് പറഞ്ഞേ. വെൻ വി ഗോട്ട് എ ഗിഫ്റ്റ്. രാജി, ഒരു ഗിഫ്റ്റ് കിട്ടി, അപ്പൊ നമ്മൾ എന്തായിരിക്കും പറയാ? പ്രതീക്ഷിച്ചില്ല, നമ്മൾ പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് കിട്ടി, നമുക്ക് ഇവിടെ നിന്ന് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ട് തന്നു, നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പൊ നമ്മൾ എന്താ പറയാ? യെസ്, വാവ്. നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്നതാണ് അല്ലെ? അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് വാവ്. കുറെ പേര് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഋതു പറയണേ. ഋതു. fall down. ഋതു. യെസ്, സൂപ്പ് ഓർ ഔഷ്. നമുക്ക് വീഴുക, അവിടെ മുറിവ് പറ്റുകയോ ഹർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഇൻസിഡന്റ് ആണെങ്കിൽ നമ്മൾ അവിടെ ആ സമയത്ത് ഉപയോഗിക്കുന്ന വേർഡ് ഔഷ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേർഡ് സജിത. യു വിൻ എ റേസ്. വാട്ട്സ് യുവർ എക്സ്പ്രഷൻ? ഹുറേ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇത് പ്രധാനപ്പെട്ടതാണ്. ഈ അത് 5 എണ്ണം ഉണ്ട്. അലാസ്, ഹുറേ, വാവ്, ഔച്ച്, ഇത് ഇത്രയും പ്രധാനപ്പെട്ടത്. അപ്പൊ അതിന്റെ സന്ദർഭങ്ങൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. അപ്പൊ അത് എല്ലാവർക്കും അതിന്റെ ഒരു മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും അത് പറയാനായിട്ട്. പിന്നെ നമ്മുടെ ആ യൂണിറ്റിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് റിഡിൽസ്. ക്വസ്റ്റ്യൻ തരാം, എന്നിട്ട് നമ്മൾ ആൻസർ ചോദിക്കാം. അതല്ലെങ്കിൽ ആൻസർ തന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ തയ്യാറാക്കാനും പറയാം. റിഡിൽസ്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് റിഡിൽസ് ഉണ്ട് അല്ലേ? നമ്മുടെ ടെക്സ്റ്റിനകത്ത് ബി ആൻഡ് ബട്ടർഫ്ലൈയുടെ ഒക്കെ റിഡിൽസ് നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരെണ്ണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം ചോദിക്കാം. മായാജീനു ഒന്ന് പറയണേ. ഐ ട്വിങ്കിൾ ഇൻ ദ നൈറ്റ് സ്കൈ, ബ്രൈറ്റ് ആൻഡ് ഫാർ, ഹൈ ഇൻ ദ സ്കൈ ആൻഡ് മേക്ക് പാറ്റേൺസ് അറ്റ് നൈറ്റ്. ഹു ആം ഐ? യെസ്, സ്റ്റാർ. എഴുതി കാണിക്കുന്നുണ്ട് സ്റ്റാർ. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള റിഡിൽസ്, സ്റ്റാർ, സണ്ണ്, മൂണ്, ക്ലൗഡ്, റെയിൻബോ ഒക്കെ വരുന്ന റിഡിൽസ്, റെയിൻബോ ഒക്കെ നന്നായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വേർഡാണ്. കാരണം നമ്മുടെ ഒരു യൂണിറ്റിനകത്തതുണ്ടല്ലോ. അപ്പൊ റിഡിൽസ്. ഓക്കെ, ദെൻ അടുത്ത ഒരു മെയിൻ പാർട്ടാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. ഒരു സെന്റൻസ് ടീച്ചർ പറയാം, അതിലെ ഡിസ്ക്രൈബിംഗ് വേർഡ് ഏതാണെന്ന് നിങ്ങൾ പറയണം. റീന ഡ്രിങ്ക്സ് വാം വാട്ടർ. ചിഞ്ചു ഒന്ന് പറഞ്ഞേ. വാം വാട്ടർ. യെസ്, വെരി ഗുഡ്. വാം. അപ്പൊ ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതെയോ? എല്ലാവരും എഴുതുന്നുണ്ട്. യെസ്, റൈറ്റ് ആൻസർ. ഡിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വേർഡിനെ അതിന്റെ ഒരു പ്രത്യേകത നമ്മൾ എടുത്തു പറയുന്ന വേർഡ്സ് ആണ് ഡിസ്ക്രൈബിംഗ്. അതിനൊന്ന് വിശദീകരിച്ചാൽ വിശേഷിപ്പിച്ച് പറയുന്ന വേർഡ്സ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വേർഡ്സ് ത്രൂ ഔട്ട് യൂണിറ്റിൽ നമുക്ക് കിടപ്പുണ്ട്. അപ്പൊ ഏത് യൂണിറ്റിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ചോദിക്കാം. ബ്രൈറ്റ് സ്കൈ, ഡാർക്ക് ക്ലൗഡ്സ്,
ഗീതു പറഞ്ഞേ, മറ്റൊരു ഡിസ്ക്രൈബിംഗ് വേർഡ് പറഞ്ഞേ. ഗീതു 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 ബ്രൈറ്റ്. ബ്രൈറ്റ് അല്ല, ഒരു വേർഡ് പറഞ്ഞേ, ഒരു വേർഡ്. ബ്രൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. ഒരിട്ട് എഴുതുന്നുണ്ട്. ഹോട്ട് വാട്ടർ, യെസ്. ടോൾ ട്രീ, ബ്രൈറ്റ് മോർണിംഗ്, റെയിനി ഡേ അല്ലേ? ഹോട്ട് വാട്ടർ. മനസ്സിലായില്ലേ മക്കളെ? റെയിനി ഡേ. ഓക്കെ, റെയിനി ഡേ. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. കളർഫുൾ റിബൺ വെച്ചോ? യെസ്, കളർഫുൾ റിബൺസ്, ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. Sandy land, hot water. Okay, there are so many describing words. Okay. മതി. മൈക്ക് ഓഫ് ചെയ്തോ. എല്ലാവരുടെ പറഞ്ഞാലും. പക്ഷെ എന്റെ വരുന്നില്ല. ഓക്കെ. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു സെന്റൻസ് തന്നിട്ട് വിച്ച് ഈസ് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്. ഒരു സെന്റൻസ് തന്നിട്ട് അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രൈബിംഗ് വേർഡ് ഏതാണെന്നോ ഡിസ്ക്രൈബിംഗ് വേർഡ് ഏതല്ല എന്നോ ഒക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഡിസ്ക്രൈബിംഗ് വേർഡ് ഏതാണെന്ന് ഏകദേശം ധാരണയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ ആ യൂണിറ്റിനകത്ത് നമുക്ക് ധാരാളമായിട്ട് റൈമിംഗ് വേർഡ്സ് വരുന്നുണ്ട്. ആൻഡിന്റെ യൂണിറ്റിനകത്ത് റൈമിംഗ് വേർഡ്സ് ഒരുപാട് വരുന്നുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടൊരെണ്ണം ടീച്ചർ ചോദിക്കുകയാണേ. ആരാ പറയുന്നത്? മുബാഷിറ ഒന്ന് പറയണേ. മുബാഷിറ. വളരെ സിമ്പിൾ ആയിട്ടാണ്. ഗോ ഇതിന് റൈം ചെയ്യുന്ന വേർഡ്. ഞാൻ ഓപ്ഷൻ പറയാം. മുബാഷിറയുടെ അല്ലേ ചോദിച്ചത്? ഓക്കെ. ഗോ ഈ വേർഡിന് റൈം ചെയ്യുന്ന വേർഡ്. വേ, നോ, റെസ്പെക്ട്. ഇതിനകത്ത് ഏതാണ്? നോ. ഓക്കെ, നോ. അടുത്തത് വേറൊന്നും കൂടെ ചോദിക്കാം. അതാരാ? ദീക്ഷിത് ഒന്ന് പറയണേ. ത്രൂ ആണ് വേർഡ്. ത്രൂ അതിന് റൈം ചെയ്യുന്നത്. വിച്ച് among the following is the rhyming word related to through? Can't do way. ഒന്നുകൂടെ പറയുവോ? ത്രൂവിന്റെ റൈമിംഗ് ആയിട്ട് വരുന്ന വേർഡാണ് ചോദിച്ചത്. കാണ്ട് ഡു വേ. ഡു. യെസ്, ഡു. അപ്പൊ നമ്മൾ അവിടെ സ്പെല്ലിംഗ് അല്ല നോക്കുന്നത്, ഉച്ചാരണം. നമ്മൾ പറഞ്ഞു നോക്കുക, ഉച്ചരിച്ച് നോക്കുമ്പോൾ ഒരേപോലെ പറയാൻ പറ്റുന്ന വേർഡ്സ് ആണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ 2 യൂണിറ്റിനകത്തും റൈമിംഗ് വേർഡ്സിന് സാധ്യതയുണ്ട്. 2 യൂണിറ്റിലല്ല, ഈ റൈം വരുന്ന എല്ലാ യൂണിറ്റിനകത്തും വരുന്നുണ്ട് റൈമിംഗ് വേർഡ്സ്. അപ്പൊ അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ റൈമിംഗ് വേർഡ്സ്. ഓക്കെ. അപ്പം ഇനി ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. അത് സമീന പറയണേ. സമീന. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ വന്നതാണ്, ടീച്ചർ എഴുതി വെച്ചിരിക്കുക. When Dilna's brother was playing in the ground, he fell down. Dilna came fast, console him. Find out the words that's suitable for the meaning console. ഓപ്ഷൻസ് പറയാം. കംഫർട്ട്, ക്യൂരിയസ്, ബ്രേവ്, റിലീഫ്. ഉണ്ട്, ഒന്നിലധികം ആൻസർ ഉണ്ട്. അപ്പൊ എ ആൻഡ് ബി പറഞ്ഞു വരും. ഒരു പ്രാവശ്യം കൂടി പറയോ? ഓക്കെ പറയാം. കൺസോൾ. ഓപ്ഷൻസ് കംഫർട്ട്, ക്യൂരിയസ്, ബ്രേവ്, റിലീഫ്. എന്തോ മോളെ? എ ആൻഡ് ഡി ആർ കറക്റ്റ്. യെസ്, കംഫർട്ട് ആൻഡ് റിലീഫ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 1ാമത്തെ യൂണിറ്റിൽ പറഞ്ഞായിരുന്നു, ഗ്ലോസറിയിൽ വേർഡ്സിന്റെ മീനിങ് ഇതേപോലെ ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരേ അർത്ഥം വരുന്ന വേർഡ്സുകൾ തരും. അപ്പോൾ അതനുസരിച്ച് ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് എഴുതാം. പിന്നെ
അടുത്ത ഒരു ക്വസ്റ്റ്യന് അതും മോഡൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് കേട്ടോണം, ഞാൻ ചോദിക്കാം. ആള് ഷാഫി ഓമന്നൂർ. പറയണേ. ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ബ്രേവറി. ഓപ്ഷൻസ് പറയാം. എൻകറേജ്, ഫിയർ, ബോൾഡ്, കവേർഡ്. ഫിയർ. ഒന്നല്ല, ഒന്നിലധികം ആൻസർ ഉണ്ട്. ഫിയർ is the right answer. One more. ഓപ്ഷൻസ് ഒന്നുകൂടി. Encourage, fear, bold, and covered. COWARD. Covered. Uncovered. Yes, very good. Covered. അപ്പോൾ നമുക്ക് മീനിങ് സെയിം മീനിങ് വരുന്നത് ചോദിക്കാം. ഫിയർ ആൻഡ് കവേർഡ്, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ സെയിം മീനിങ് വരുന്നത് ചോദിക്കാം, മീനിങ് വരാത്തത് ഏതെന്നും ചോദിക്കാം. ഓപ്ഷൻ ശ്രദ്ധിച്ച് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ ടൈം കിട്ടുന്നുണ്ട് കേട്ടോ. 1.5 മണിക്കൂർ, 1.25 മണിക്കൂറിനകത്ത് 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ സമയം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓവർ റൈറ്റിംഗ് വരരുത്, ഡബിൾ എൻട്രി വരരുത് കേട്ടോ. എക്സാം എഴുതുമ്പോൾ ഡബിൾ എൻട്രി വരരുത്. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ആൻസർ പറഞ്ഞില്ലേ, ഇവിടെ ഫിയർ എന്ന് പറഞ്ഞു, ഫിയർ ഓപ്ഷൻ ഉണ്ട്, അപ്പൊ നിങ്ങൾ ഫിയർ ടിക്ക് ചെയ്തു. പിന്നീടാണ് ഒന്നുകൂടെ താഴെ നോക്കുമ്പം അല്ലെങ്കിൽ എ ആൻഡ് ബി അങ്ങനെ ഓപ്ഷൻ കാണുമല്ലോ, സി ആൻഡ് ഡി, എ ബി, എ ഉള്ളി, ബി ഉള്ളി എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് വരും. അപ്പൊ നമുക്ക് ആദ്യം ഇത് മാത്രമാണ് ശരിയെന്ന് തോന്നിയിട്ട് ഒരെണ്ണത്തിൽ ടിക്ക് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്, അയ്യോ അല്ല, ഇതും ഉണ്ടല്ലോ ആൻസർ എന്ന്. അപ്പൊ നമ്മൾ വീണ്ടും അപ്പുറത്ത് പോയി അടുത്ത കോളത്തിൽ ആൻസർ ചെയ്യാന്ന് വിചാരിച്ചാല് നമുക്കത് കൗണ്ടബിൾ അല്ല, അത് നോക്കത്തില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. അറിയാവുന്നത് ആദ്യം എഴുതിയിട്ട് പിന്നെ ക്വസ്റ്റ്യൻ വീണ്ടും വായിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഡബിൾ എൻട്രി വന്നു കഴിഞ്ഞാൽ കൗണ്ട് ചെയ്യത്തില്ല എന്നാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ 2 യൂണിറ്റിനകത്തുനിന്നും, നമ്മുടെ ആദ്യത്തെ 2 യൂണിറ്റിനകത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഏരിയയും കുറച്ച് എക്സാമ്പിളുമാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ഈ 2 പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ വിട്ടുപോയത് ഒരെണ്ണം, വിട്ടുപോയതല്ല, നിങ്ങൾക്കത് മനസ്സിലായത് കൊണ്ടാണ്. നോ ക്ലിയർ. എന്താ മക്കളെ മനസ്സിലാവാത്തത്? റിജി, എന്താ മനസ്സിലാവാത്തത്? റിജി എന്ന് പേരെഴുതിയ ആള് എന്തോ മനസ്സിലാവാത്തതെന്ന് പറയാമോ മോളെ? ഒന്നുകൂടെ ഞാനത് പറയാം, എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ടീച്ചർ പറഞ്ഞത് നമുക്ക് ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, ABCD എന്ന ഓപ്ഷൻ ഉണ്ടാവും. ചിലപ്പം ചില ആൻസർ ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ബ്രേവറിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർഡ് ചോദിച്ചിരുന്നു. അപ്പോൾ ഫിയർ നിങ്ങൾ പറഞ്ഞു ശരിയാണ്, കവേർഡും ശരിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോഴും ചിലപ്പോൾ ഫിയർ മാത്രം, അത് ബി ഓപ്ഷനാണ്, ബി ഒള്ളി എന്ന് മാത്രം കാണിക്കും. വേറൊന്നിനകത്ത് ബി ആൻഡ് ഡി എന്ന് കാണിക്കും. അപ്പൊ നമ്മൾ ആദ്യമേ ബി മാത്രമാണെന്ന് പറഞ്ഞ് ടിക്ക് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് കവേർഡ് ശരിയാണ്. അപ്പം നമ്മൾ അത് വെട്ടിയിട്ട് ഡിയിൽ ടിക്ക് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് അത് കൗണ്ട് ചെയ്യില്ല എന്നാ പറഞ്ഞത്. നമ്മൾ ശരിയാണെങ്കിൽ പോലും അത് നോക്കില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ചോദ്യത്തിന് 2 ആൻസർ നമ്മൾ അല്ലെങ്കിൽ 2 മാർക്കിങ് പാടില്ല എന്ന്. ഓക്കെ, അതാ ടീച്ചർ പറഞ്ഞത്. പിന്നെ ഓരോ യൂണിറ്റിന്റെ സമ്മറി നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതിന്റെ സംഭവങ്ങൾ, കഥയിൽ നമ്മുടെ യൂണിറ്റിന്റെ ഓരോ കഥയിലെയും ഇവന്റ്സ് ഓർഡർ തെറ്റിച്ച് തന്നിട്ട് അതിനെ കറക്റ്റ് ഓർഡറിലേക്ക് മാറ്റാൻ പറയാം. അപ്പോൾ ചിലപ്പോൾ ABCD നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പോലും ആൻസർ തെറ്റും. അതുകൊണ്ട് ഓരോ യൂണിറ്റും നന്നായിട്ട് സമ്മറി വായിച്ചു പഠിച്ചിട്ട് വേണം മക്കളമാര് പോവാൻ കേട്ടോ. അപ്പൊ ഇന്ന് ഈ 2 യൂണിറ്റിന്റെ ഇപ്പൊ പറഞ്ഞു, ഇനി ബാക്കി 2 യൂണിറ്റ് ഉണ്ട്, അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിലേക്ക് പറയാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മുടെ ഈ 2 യൂണിറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അടുത്ത 2 യൂണിറ്റ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നോട്ടീസ് ഒന്നുകൂടി പറഞ്ഞുതരൂ. നോട്ടീസ് പറയാം. ഒന്നുകൂടി പറഞ്ഞുതരോ? ഏതാ മോളെ?
ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. ഓക്കെ, ഡിസ്ക്രൈബിംഗ് വേർഡ്സും പിന്നെ ഏതായത് നോട്ടീസ്. ആദ്യം നോട്ടീസ് പറയാവേ, ശ്രദ്ധിച്ചോണേ. നോട്ടീസ് നമ്മൾ ആദ്യം വേണ്ടുന്നത് അതിനൊരു ടൈറ്റിലാണ്. ടൈറ്റിൽ വേണം, മസ്റ്റാണ്, ടൈറ്റിൽ വേണം. അപ്പൊ ടൈറ്റിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബോൾഡ് ലെറ്റേഴ്സിൽ, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ടൈറ്റിൽ കൊടുക്കാം. എന്തോ എന്തോ ഋതു പറഞ്ഞില്ല. ഓക്കെ, ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഇപ്പൊ നമുക്ക് നമ്മുടെ സ്കൂൾ ആനുവൽ ഡേ ആണെങ്കിൽ ആനുവൽ ഡേ സെലിബ്രേഷൻ, അതല്ല അതിനൊരു പേരുണ്ട്. നമ്മുടെ ആനുവൽ ഡേ സെലിബ്രേഷന് നിങ്ങൾ ഉത്സവമെന്നോ തരംഗമെന്നോ അങ്ങനെയൊക്കെ ഓരോ പേരിടുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു പേരിടുകയാണെങ്കിൽ ആ പേര്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ, എന്താണോ ചോദിക്കുന്നത് അതിന് നമ്മൾ ഒരു പേരിട്ട് ടൈറ്റിൽ കൊടുക്കാം. അത് കഴിഞ്ഞാല് അതിനെക്കുറിച്ച് അത് എന്ന് നടക്കുന്നു അപ്പൊ അതിന്റെ ഡേറ്റ് ടൈമും സൂചിപ്പിക്കാം. ഓക്കെ, ഡേറ്റ് ടൈം. പിന്നെ വെന്യൂ എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് നടക്കുന്നത്. പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ, ഇപ്പൊ പഞ്ചായത്ത് ഹാൾ ആണെങ്കിൽ അവിടെ, അതല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണെങ്കിൽ അങ്ങനെ, നമ്മുടെ സ്കൂൾ ഓഡിറ്റോറിയം ആണെങ്കിൽ സ്കൂൾ ഓഡിറ്റോറിയം, അങ്ങനെ വെന്യൂ എവിടെയാണ് ആ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്, നമ്മളല്ല ആരായാലും അവിടെ, അതാണ് വെന്യൂ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ചീഫ് ഗസ്റ്റ് പറഞ്ഞിരുന്നു. ചീഫ് ഗസ്റ്റ് നമുക്കുണ്ട്, മിക്കവാറും പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റ് കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചീഫ് ഗസ്റ്റ് എന്ന് കൊടുക്കാം. അതല്ല, ചീഫ് ഗസ്റ്റ് ഇല്ലാത്ത ഒരു പ്രോഗ്രാം ആണെങ്കിൽ അത് വേണമെന്നില്ല. ഓക്കെ, അടുത്തതും പ്രധാനപ്പെട്ടതാണ്. ദാറ്റ് ഈസ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ഇവന്റ്. നമ്മൾ എന്താണോ സംഭവം അതിനെക്കുറിച്ചൊരു ചെറിയ 1-2 വാചകം മാത്രം മതി. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിയർ പേരൻസ് ഓർ ഡിയർ ഫ്രണ്ട്സ് എന്നും പറഞ്ഞിട്ടായിരിക്കും തുടങ്ങാം. ആളുകളെ നമ്മൾ പിന്നെ അഭിസംബോധന ചെയ്യുക എന്ന് മലയാളത്തിൽ പറയും. അങ്ങനെ വേണം നമ്മളത് തുടങ്ങാൻ. ഡിയർ പേരൻസ് എന്നോ ഡിയർ പേരൻസ് എന്നോ ഡിയർ ഫ്രണ്ട്സ് എന്നോ പറഞ്ഞിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നോട്ടീസ്, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിലേക്ക് ആളുകളെ ക്ഷണിക്കാനാവും മിക്കവാറും നമ്മളത് നോട്ടീസ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഓൾ ആർ വെൽക്കം അങ്ങനെ ഒരു വേർഡ്, അത് മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതെങ്കിലും ബാക്കി സ്ട്രക്ചർ ഒക്കെ എഴുതിയിട്ട് ഇതെങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓൾ ആർ വെൽക്കം, അത് മസ്റ്റായിട്ട് നിങ്ങൾ എഴുതുക. പിന്നെ ഞാൻ പറഞ്ഞത് ഡിസൈൻ ആൻഡ് ലേ ഔട്ട് എന്നാണ്. അതെന്ന് പറഞ്ഞാൽ ഓൾ ആർ വെൽക്കം. ഓക്കെ, ഡിസൈൻ ആൻഡ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ടീസിന് ഏറ്റവും സെൻറ്ററിൽ നിന്നായിരിക്കും, ചിലപ്പോൾ നമ്മൾ ടോപ്പ് സെൻറ്ററിലായിരിക്കും നമ്മൾ ടൈറ്റിൽ കൊടുക്കുക, അല്ലേ? അല്ലാതെ ഏതെങ്കിലും ഒരു കോർണറിൽ കൊടുത്താൽ നമുക്ക് അത് അട്രാക്റ്റീവായി തോന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ നോട്ടീസിൽ അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഏറ്റവും സെൻറ്ററിൽ ടോപ്പിൽ, അതിൻ്റെ താഴെയായിട്ട്. അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ ഒരു എന്താ പറയുക, നല്ലൊരു ലേ ഔട്ടിൽ എഴുതുക. അതിന് മാർക്കുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ നോട്ടീസ് തയ്യാറാക്കേണ്ടത്. ഇനി എന്തായിരുന്നു ചോദിച്ച ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം എക്സാമ്പിൾ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഫ്ലവർ എന്ന വേർഡിനെ നമ്മളൊന്ന് വിശേഷിപ്പിച്ചതാണ്. വെറും പൂവ് എന്ന് പറഞ്ഞൊരു ഭംഗി വരത്തില്ല, അല്ലേ? അപ്പം നമുക്ക് ബ്യൂട്ടിഫുൾ ഫ്ലവർ, ആ പൂവിനെ ഒന്ന് കൊഴുപ്പിച്ചു നമ്മൾ, മനോഹരമായ പൂവ്, അങ്ങനെ പറയുന്ന വേർഡാണ് ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറഞ്ഞത് കേട്ടോ. ഡാർക്ക് ക്ലൗഡ്സ്, ക്ലൗഡ് എന്ന് പറയാം. ആ ക്ലൗഡിന്റെ കറക്റ്റ് ഇതായിട്ട് നമ്മൾ പറയാൻ ഇരുണ്ട അല്ലെങ്കിൽ കറുത്ത മേഘം, ഡാർക്ക് ക്ലൗഡ്സ്. റെയിനി ഡേ, എന്താ, ട്വിങ്ക്ലിംഗ് സ്റ്റാർ, ഷൈനിങ് സൺ, ഇങ്ങനെ പറയുന്നതാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്. അപ്പോൾ പിന്നെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ഡിസ്ക്രിപ്ഷനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതുന്ന സമയത്തും ഇത്തരം വേർഡ്സ് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതുന്നതിന് മാർക്ക് ഉണ്ടാവും. വെറുതെ സെന്റൻസുകൾ എഴുതി പോവാതെ എഴുതുന്ന ഓരോ സെന്റൻസിനകത്ത് ഇങ്ങനെ വിശേഷണ പദങ്ങൾ കൂടി ചേർത്ത് എഴുതിയാൽ അത് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും, നിങ്ങൾക്ക് മാർക്ക്. എന്തോ തോട്ട്സ് ആണോ പറഞ്ഞേ? തോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക്
കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് തോട്ട് വരാം, ഇനി നടക്കാൻ പോകുന്നതിനെ കുറിച്ചും തോട്ട് വരാം. അപ്പൊ നമ്മുടെ പിന്നെ സബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള തോട്ട് എഴുതുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്ത് പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. കഴിഞ്ഞ കാര്യമല്ലേ, കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണെങ്കിൽ. അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ ഡയറിയിൽ പറഞ്ഞതുപോലെ ചില വേർഡ്സ് നമ്മുടെ കാര്യമല്ലേ പറയുന്നത്. അപ്പൊ ഐ, വി അല്ലെങ്കിൽ മീ, മൈ, ഇങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യും. ഓക്കെ. പിന്നെ തോട്ടിനകത്ത് കൂടുതലായിട്ടും നമ്മുടെ ഫീലിങ്സ് തന്നെയാണ് വരുന്നത്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ സങ്കടങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷകളായിരിക്കും, ഡയറിയിൽ പറയുന്നത് പോലെ തന്നെ. അപ്പോൾ ആ നമ്മുടെ ഫീലിങ്സ് എന്താണോ അത് അതിനകത്ത് കാണിക്കണം, നമ്മൾ അതിനെക്കുറിച്ച് എഴുതണം. കേട്ടോ? അപ്പൊ സങ്കടമാണെങ്കിൽ സങ്കടമായിട്ട് തന്നെ, അതെല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിൽ ഐ എം സോ ഗ്ലാഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതത്തില്ലേ? അല്ലെങ്കിൽ സങ്കടമാണെങ്കിൽ ഐ ഫീൽ സോ സാഡ് ഒക്കെ പറയും അല്ലേ? അപ്പോൾ ഇതേ രീതിയിൽ വേണം തോട്ട് എഴുതാനായിട്ട്. ഏത് എഴുതിയാലും, കോൺവെർസേഷൻ ആയാലും തോട്ടായാലും ഡയറി ആയാലും ഏതെങ്കിലും ഒരു സംഭവത്തെ ബേസ് ചെയ്താണ് പറയുന്നതെങ്കിൽ അത് ആ സംഭവം തന്നെ നിങ്ങൾ സൂചിപ്പിച്ചെഴുതണില്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും നമുക്ക് പിക്ചർ തരും, തന്നിട്ടായിരിക്കും ഡിസ്ക്രൈബ് ചോദിക്കുക. അപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇത് ഡിസ്ക്രൈബിങ് വേർഡ്സ് നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ ഓരോ സെന്റൻസ് തുടങ്ങുന്നതും ഓരോ തരത്തില് തുടങ്ങണം. ചിലർ എല്ലാം there are അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദിസ് ഈസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യരുത്. ഓരോ സെന്റൻസും വെറൈറ്റിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. മാക്സിമം ഡിസ്ക്രൈബിങ് വേർഡ്സ് ഉപയോഗിക്കണം. ഓക്കെ. മിസ് തോട്ട്സിൽ ഡേറ്റ് ആണോ? വേണ്ട 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 വേണ്ട. നമ്മൾ ഡേറ്റ് മസ്റ്റായിട്ട് നമുക്ക് പറയുന്ന ലെറ്ററിന് വേണം, നോട്ടീസിന് വേണം, ഡയറിക്ക് വേണം. കേട്ടോ? താങ്ക് യു ടീച്ചർ. ഓക്കെ. താങ്ക് യു ടീച്ചർ. ഓക്കെ ഓക്കെ. താങ്ക് യു ടീച്ചർ. ഓക്കെ. താങ്ക് യു ടീച്ചർ. അല്ല ടീച്ചറെ, താങ്ക് യു ടീച്ചർ. അപ്പോ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. കുട്ടികളെല്ലാം സന്തോഷത്തോടെയാണ് എന്ന് മനസ്സിലാവുന്നു. ടീം അധ്യാപക കൂട്ടത്തിന് വേണ്ടിയിട്ടും അതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും ടീച്ചറിന് ഉള്ള നന്ദി കൂടി അറിയിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ. ബൈ ടീച്ചർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു ടീച്ചർ. ബൈ ടീച്ചർ. ബൈ ടീച്ചർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്.